ഈ രേവതിക്ക് കിൽക്കത്തിൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് രേവതി തന്നെ ചെയ്തു. നല്ല എരി. വാ ഇങ്ങ് വാ, കൊച്ചു ബാക്കിയുണ്ട്. കുരങ്ങിന് വേണോ? സെക്കൻഡ് ഹാഫാണ് ചേച്ചി ചെയ്യുന്നത്. അച്ഛനെ കുറിച്ച് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അപ്പം അതിന്റെ വ്യത്യാസത്തെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പം പിന്നീട് കഥകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അത് ഭയങ്കര ഒരു രസമുള്ള ഒരു ക്യാരക്ടർ പ്രസന്റേഷനാണ്. അത് ട്വിസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ആ വോയിസ് മാറുമ്പോൾ നമുക്കൊന്നുമില്ല. കാരണം ആ ക്യാരക്ടർ മാറുമ്പോൾ ഓൾറെഡി തന്നെ അയാളുടെ വോയിസിന് ബോൾഡ്നെസ് വന്നു, മറ്റേ പഴയ കൊഞ്ചലില്ല, കളിയില്ല എന്നുള്ള സാധനമാണ് വരുന്നത്. ആ സമയത്തൊക്കെ അത്തരം ഡിസിഷൻസ് ഒക്കെ പോകുമ്പോൾ ചേച്ചിയുടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു? അത് ഫുള്ളായിട്ട് ചെയ്യണമെന്നായിരുന്നോ, അതേ പറയുന്ന പാർട്ട് ചെയ്താൽ മതിയെന്നായിരുന്നോ? ആക്ച്വലി ആ സിനിമ ഡബ് ചെയ്യാനായിട്ട് പ്രിയദർശൻ ഒരിക്കലും കഥ പറഞ്ഞു തരാറില്ല. കഥ പറയുകയില്ല. നമ്മൾ അവിടെ വന്ന് നിൽക്കും. നേരെ മൈക്കിന് മുമ്പിൽ ചെന്നപ്പോൾ ഇതൊരു കോടാലിയാണ് എന്ന് അവിടെ നിന്നാണ് ഈ ഡബ് ചെയ്ത്. അപ്പം എൻ്റെ വിചാരം ഇങ്ങനെയാണ് ഈ കഥാപാത്രം തുടങ്ങുന്നതെന്നാണ്. അതിന് മുമ്പ് ഒരു പാർട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ അവിടെ മുതൽ ഞാൻ ഡബ് ചെയ്ത് തുടങ്ങി, ആസ് യൂഷ്വൽ ഡബിങ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇതിലേക്ക് വരാം എന്ന് പ്രിയദർശൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഏതിൽ നിന്ന്. അപ്പം ഇവർ ഈ കുറച്ച് വട്ടായിരിക്കുന്ന ക്യാരക്ടർ. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഇതാണോ തുടക്കം എന്ന്. ആ ഇതാണ് തുടക്കം.